എൻ്റെ പേര് പ്രജീത്. ഞാൻ അപ്പോൾസ്റ്ററി വർക്കാണ് ചെയ്യണത്. കണിമംഗലത്ത്, അതായത് കുറുക്കഞ്ചേരി കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പാണ് തൃശ്ശൂർ. കുറുക്കഞ്ചേരി കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് കണിമംഗലം. റിഫൈൻ അപ്പോൾസ്റ്ററി വർക്ക് എന്നാണ് എൻ്റെ ഷോപ്പിൻ്റെ പേര്. ഞങ്ങളുടെ വർക്ക് എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് സോഫകൾ, പിന്നെ സോഫ കമ്പഡ്, അതുപോലെ തന്നെ കാറുകളിലെ ലെതർ സീറ്റ്, ബൈക്ക് സീറ്റ്, എല്ലാ അപ്പോൾസ്റ്ററി ഐറ്റങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സ് സോഫ ഞാൻ ആൾക്കാർ ഒരു ഫോട്ടോ കാണിച്ചെന്ന അതേ രീതിയിൽ വർക്ക് ചെയ്ത് കൊടുക്കും. പല ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് പോക്കറ്റ് സ്പ്രിങ്, അതുപോലെ സോഫ്റ്റ് ഫോം, അതുപോലെ കുർലോൻ്റെ ഹാർഡ് ഫോം, ഡൂറോക്സിൻ്റെ കമ്പനി ഫോമുകളിട്ട് ചെയ്യുന്ന സ്ഥാപനം റിഫൈൻ അപ്പോൾസ്റ്ററി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലും അതുപോലെ ഗുണനിലവാരത്തോടു കൂടിയുള്ള സെറ്റുകളാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. ഞാനൊരു 25 വർഷമായി ഈ ഫീൽഡിൽ. എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഈ വർക്ക് തന്നെയായിരുന്നു. മാമൻ്റെ മക്കൾക്കും അമ്മയുടെ മക്കൾക്കൊക്കെ ഈ വർക്ക് തന്നെയായിരുന്നു. അങ്ങനെ ഞാനും ഈ സ്ഥാപനത്തിൽ ഇവിടെ ഒന്ന് പെട്ടു. അങ്ങനെ വർക്ക് തുടങ്ങി. പിന്നെ തോന്നി നല്ലൊരു വർക്കാണെന്ന് തോന്നി. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ്. അതുകൊണ്ട് ഞാൻ ഈ ഫീൽഡിൽ സ്ഥിരമായിട്ട് ഒരു 25 കൊല്ലമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വെല്ലുവിളി ഞാൻ ഓൺലൈനിൽ നിന്ന് വരുത്തുന്നത് നമുക്ക് കുറഞ്ഞ മെറ്റീരിയലായിരിക്കും. അതായത് മീറ്ററിന് ഒരു 50 രൂപ 60 രൂപ റോളായിട്ട് വാങ്ങി അവർക്ക് കിട്ടുന്നത് തന്നെയായിരിക്കും. അത് നൂല് വലിയും 1 വർഷം 2 വർഷം ഗ്യാരണ്ടി കൊടുക്കും. അത്ര ചെയ്യുള്ളവർ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ ഞങ്ങൾ റിപ്പയർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് വർക്കുകളൊക്കെ. പക്ഷേ റിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഗ്ലാസ് കവർ ചെയ്യുന്ന പെട്ടിയില്ലേ, മരത്തിൻ്റെ പെട്ടി, അതുകൊണ്ടായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക. അവരെ കുറ്റം പറയുന്നതല്ല, അവർക്ക് അത്രയും കുറവിന് കൊടുക്കുമ്പോൾ അവർക്ക് അത്ര ചെയ്യാനേ പറ്റുള്ളൂ. നമ്മളാകുമ്പോൾ മരമായാലും ഫോമായാലും അതിൻ്റെ ബെൽറ്റായാലും അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ കസ്റ്റമേഴ്സിനെ കാണിച്ചു കൊടുക്കും. ഇനി കസ്റ്റമേഴ്സ് പുറമേ ആൾക്കാരാണെങ്കിൽ അവർക്ക് ഞാൻ വാട്സപ്പിലൂടെ വീഡിയോ ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മൾ ഓരോ വർക്കുകളും ചെയ്തു കൊടുക്കുന്നത്. ഇതിൽ യൂസ് ചെയ്യുന്നത് മറൈൻ പ്ലൈവുഡ്, അതുപോലെ തന്നെ വുഡ് വരുന്നത് ഒന്നില്ലെങ്കിൽ തേക്ക്, അല്ലെങ്കിൽ മഹാഗണി, അല്ലെങ്കിൽ യൂക്കാലി. മെഡിക്കേറ്റഡ് മരങ്ങളായിരിക്കും കൂടുതൽ ഉപയോഗിക്കുക. പിന്നെ ടെർമിനേറ്റർ വിഷമടിക്കും കുത്താണ്ടിരിക്കാനും. പിന്നെ അങ്ങനെ ഓരോ മരം കസ്റ്റമേഴ്സിനെ കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഫ്രെയിം അടിക്കലും ഫ്രെയിം അടിച്ചിട്ട് കാണിച്ചു കൊടുക്കലൊക്കെ നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളവിടെ 10 സ്റ്റാഫ് ഉണ്ട്. ഓർഡർ എടുത്തിട്ടുണ്ടെങ്കിൽ 3 ദിവസം 4 ദിവസം കൊണ്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് സോഫകൾ ഉണ്ടാക്കി കൊടുക്കും. അതായത് ഒരു സോഫ പണിയായിട്ട് മുന്നേ തന്നെ നമ്മൾ കസ്റ്റമറുടെ അടുത്ത് പറയും പല ക്വാളിറ്റിയിലുള്ള റേറ്റുകളുണ്ട്. അതായത് അതിൻ്റെ ഫോമിൻ്റെ ക്വാളിറ്റി, വുഡിൻ്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ നമുക്ക് ഒരു മരം എടുക്കണമെങ്കിൽ അതിൻ്റെ കാതിലുണ്ടാവും, വെള്ളി ഉണ്ടാവും. കാതിൽ മാത്രം ഇട്ട് പണിയണമെങ്കിൽ ഇത്ര പൈസ വരും. ഇനി വെള്ളിയും കാതിലും കൂടിയിട്ട് പണിയെങ്കിൽ ഇത്ര പൈസ വരും. അത് പോളിഷ് അടിക്കുന്നതിന് മുന്നേ തന്നെ കാണിച്ചു കൊടുക്കും. നമുക്ക് തേക്കും വീട്ടിയിട്ടാകാൻ ആവശ്യമില്ല. ഇനി കസ്റ്റമർ പറയാണ് തേക്കും വീട്ടി വേണമെന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഇഷ്ടം പോലെ നമ്മൾ ചെയ്ത് കൊടുക്കും. എന്തെങ്കിലും നമ്മൾ അതിൻ്റെ ഫോം ഡെൻസിറ്റി കൂടിയ ഫോമാണ് ഉപയോഗിക്കുക. അതായത് 40 ഡെൻസിറ്റി. പിന്നെ സോഫ്റ്റ് ഫോം മുകളിൽ ഇടും. അതായത് 40 ഡെൻസിറ്റി ഇട്ടുണ്ടെങ്കിൽ മുകളിൽ സോഫ്റ്റ് ഫോം ഇട്ടുണ്ടെങ്കിൽ ഇരിക്കാനും സുഖം ഉണ്ടാവും. അത് പെട്ടെന്ന് കുഴിഞ്ഞു പോവില്ല. അതുപോലെ തന്നെ പോക്കറ്റ് സ്പ്രിങ് ആണെങ്കിൽ പോക്കറ്റ് സ്പ്രിങ് ഇടാം, അതിൻ്റെ മുകളിൽ സോഫ്റ്റ് ഫോം ഇടാം. പിന്നെ അതിൻ്റെ പില്ലോ, റെക്രോൺ പില്ലോ, പഞ്ഞി നിറച്ചിട്ടുള്ള പില്ലുണ്ട് റെക്രോൺ. അതാണ് നമ്മൾ ഇപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. റെക്രോൺ സുഖത്തിന് വേണ്ടിയിട്ടും ആൾക്കാർക്ക് കംഫർട്ടായിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് കൂടുതൽ റെക്രോൺ പില്ലോളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ബെൽറ്റ് പല ക്വാളിറ്റി ബെൽറ്റ് ഉണ്ട്. അതായത് 2 ഇഞ്ച് 3 ഇഞ്ച് 3 ഇഞ്ച് 4 ഇഞ്ച് അങ്ങനെ പലതരത്തിൽ ബെൽറ്റുകളുണ്ട്. ഏറ്റവും നല്ല ക്വാളിറ്റി ബെൽറ്റ് ഇട്ട് നമ്മൾ ചെയ്യാറ്. അതൊക്കെ കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കും. അതിൽ ഫോമായാലും ഡൂറോൾസിൻ്റെ കമ്പനി ഫോമായിരിക്കും ഉപയോഗിക്കുക, അല്ലെങ്കിൽ കുർലോൻ്റെ കമ്പനി ഫോം ഒക്കെ കമ്പനി ഫോം ഇട്ടാണ് ചെയ്യുക. ഇനി വില കുറച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡെൻസിറ്റി കുറച്ച് ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് ചെയ്യാറുണ്ട്. കൂടുതൽ ക്വാളിറ്റി ഉള്ള ആൾക്കാർ ചെയ്യുക കൂടുതൽ. ആ വണ്ടിയുടെയും അതായത് ബെൻസിൻ്റെ റൂഫ്, അതുപോലെ തന്നെ വണ്ടികളുടെ സീറ്റുകൾ, ലെതർ സീറ്റ്, എല്ലാത്തരം സീറ്റുകളും നമ്മൾ ചെയ്യും. എല്ലാ വണ്ടികളിലും ചെയ്യും. പലതരം ക്വാളിറ്റി ഉണ്ട് അതിലും. അതുപോലെ തന്നെ പലതരം കോമ്പിനേഷൻ കളറുകൾ വ്യത്യാസങ്ങളുള്ളത്. ഓരോരുത്തർക്ക് വണ്ടിക്ക് മാച്ച് ആവുന്നത് ഇന്ന കളർ വേണം, ഇന്ന പോലെ കസ്റ്റമൈസ് ചെയ്യണം, സീറ്റ് ബക്കറ്റ് സീറ്റ് എന്ന പോലെ വേണം എന്നൊക്കെ പറയുമ്പോൾ അതുപോലൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു ട്രെൻഡാണ് കട്ടിലിൻ്റെ ഹെഡ് ബോർഡ്. പലതരത്തിലുള്ള ഹെഡ് ബോർഡുകൾ, പല ഡിസൈൻ, പല ക്വാളിറ്റിയിൽ അതും ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരു ഫോട്ടോ തരണമെങ്കിൽ അതുപോലെ, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോകൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിന് സെലക്ട് ചെയ്ത് തരണമെങ്കിൽ ഞങ്ങൾ അതുപോലെ അടിച്ചിരും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈൻ ഉണ്ടെങ്കിൽ അതേപോലെ നമ്മൾ ചെയ്തുതരും. കട്ടിലിൻ്റെ ഹെഡ് ബോർഡെല്ലാം. അതായത് ഇവിടെ നമ്മുടെ നല്ല എൻ്റെ കൂടെയുള്ള സ്റ്റാഫുകളൊക്കെ ഒരു 10-16 കൊല്ലമായ സ്റ്റാഫുകളാണ്. അവരെൻ്റെ കൂടെ തന്നെ വർക്ക് പഠിച്ചതൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുറമെ പോകണമായിട്ട് നല്ലത് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ഒരു സ്വന്തമായിട്ട് സ്ഥാപനം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്.
മറ്റുള്ളവരുടെ കീഴിൽ പോയി ജോലി ചെയ്യാനായിട്ട് നല്ലത്, അന്യനായിട്ട് പോയി വീട്ടുകാരെ കാണാനായിട്ട് ഇന്ന് ജോലി ചെയ്യണത് നല്ലത്. നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ഗുണം അത് തന്നെയാണ്. അതായത് റിസോർട്ടുള്ള വർക്കുകൾ, നമ്മൾ സോഫകൾ, എല്ലാത്തരം ഡൈനിങ് ചെയറുകൾ, ഹോട്ടലിൻ്റെ ചെയറുകൾ, ബെഞ്ച് പോലത്തെ ചെയറുകൾ, സെറ്റുകൾ എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. റിസോർട്ടുകളിൽ പോയിട്ട് അവിടെ പോയിട്ട് നമ്മുടെ ആൾക്കാർ പോയി ചെയ്ത് കൊടുത്ത് ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് തേക്കടി, മൂന്നാർ, എറണാകുളം, ബോൾഗാട്ടി, ഇതൊക്കെ നമ്മൾ ചെയ്ത വർക്കുകളാണ്. അതായത് ഒരു കസ്റ്റമർ അടുത്ത് പോകണമെങ്കിൽ അവർക്ക് എന്തായാലും നല്ല രീതിയിൽ ഞാൻ ചെയ്ത് കൊടുത്ത് ഇത്ര വർഷം ഗ്യാരണ്ടി കൊടുക്കും, 5 വർഷം 10 വർഷം ഗ്യാരണ്ടി കൊടുക്കും. അതുപോലത്തെ മെറ്റീരിയൽ ഇട്ടിട്ട് അപ്പോൾ അവർക്ക് കുറച്ച് കളയുമ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിളിച്ച് അവരുടെ ബന്ധുക്കാർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇവരെ പോലെ തന്നെ ഇവർക്ക് കൊടുത്ത റേറ്റിന് തന്നെ കൊടുക്കും. അതുപോലെ കടയിൽ നിന്ന് വാങ്ങാനായിട്ടും അത് ഷോപ്പുകളിൽ നിന്ന് വാങ്ങാനായിട്ടും നമ്മളൊരു 10,000 രൂപ കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഏത് സെറ്റ് ആയാലും. അപ്പം നല്ല ക്വാളിറ്റി ഈ കടകളിൽ ഉണ്ടെങ്കിൽ അതിന് ഒരു 10,000 രൂപ ഇട്ടിട്ടാണ് നമ്മൾ കുറച്ച് കൊടുക്കുന്നത്. ഞാൻ ഒരു 25 വർഷം കസ്റ്റമർ ചങ്ങലായിട്ട് പോണാറുണ്ട്. എനിക്കത് ഒരു കോമ്പറ്റീഷൻ ആയിട്ട് തോന്നിയിട്ടില്ല. സംഭവം ഇഷ്ടം പോലെ ഓൺലൈനും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാർക്കറ്റിംഗ് ഇതുപോലെ ഉണ്ട്. പക്ഷെ എനിക്ക് 25 വർഷമായിട്ട് ഞാൻ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കണുണ്ട്. എനിക്കതൊരു കോമ്പറ്റീഷൻ ആയിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ കൂടെ 10 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് അപ്പോൾസി വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ കാറിൻ്റെ സീറ്റ് അടിക്കുന്ന ആൾക്കാർ, പിന്നെ അതുപോലെ തന്നെ പോളിഷിങ്, വുഡിൻ്റെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, എല്ലാവരും ഒരു 10-12 ആൾക്കാരുടെ കൂടെ ഉണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ ചെയ്തു തരും. നമ്മുടെ ടൈം പറഞ്ഞ സമയത്ത് തന്നെ അവർ ചെയ്തു തരാറുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ഥാപനം നല്ല രീതിയിൽ കൊണ്ടുകൊടുക്കാൻ പറ്റുന്നത് തന്നെ. ഞാൻ പറഞ്ഞില്ലേ, കസ്റ്റമേഴ്സ് ഇത് സോഫകൾ, അതായത് പോക്കറ്റ് സ്പ്രിങ്, അല്ലെങ്കിൽ സോഫ്റ്റ് ഹോം, അല്ലെങ്കിൽ കുർലോൻ്റെ മെറ്റീരിയൽ, അങ്ങനെ ഇട്ടിട്ട് പലതരം ക്വാളിറ്റിയിൽ പലതരം ഡിസൈനിൽ. ഇനി ഒരാൾ ഒരു ഫോട്ടോ തന്നാൽ ഇന്ന അളവിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ അളവിൽ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 9 മണിക്ക് ഇവിടെ എത്തി കഴിഞ്ഞാൽ രാത്രി പോണത്, കട അടയ്ക്കുന്നത് ഒരു 8-8:30 ആകുമ്പോൾ അടയ്ക്കുക, ഷോപ്പ് അടയ്ക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഈ ഡെലിവറി ചെയ്യാനും ഞാനും കൂടെ പോകാറുണ്ട്. എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് അറിയാനും ഞാൻ മുന്നേ ചോദിച്ചറിഞ്ഞിട്ടാ പിന്നെ ഞാൻ കൂടെ പോകും. നമ്മൾ സോഫ കൊണ്ടിടുന്ന അവർ ഇരുന്ന് നോക്കുമ്പോൾ അവരൊരു സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അതിനുവേണ്ടി ഞാൻ കൂടെ പോകും. ഭാവി പരിപാടി എന്ന് വെച്ചാൽ എനിക്ക് ഈ സോഫയുടെ വർക്ക് തന്നെ കുറച്ചുകൂടി വിപുലീകരിച്ച് പുതിയ മോഡൽ, അതായത് നമുക്ക് കാറിൻ്റെ സീറ്റൊക്കെ നമ്മൾ പുറമെ കാണുന്ന പോലെ നമുക്ക് CNC കട്ടിങ് പോലെ, അതായത് നമുക്ക് കൂടുതൽ ടെക്നോളജി ആക്കി എടുക്കണമെന്നുണ്ട്. അത് നമ്മുടെ അവിടെ നാട്ടിലില്ല, കേരളത്തിലില്ല. അതായത് CNC കട്ടിങ് പോലെ തന്നെ നമ്മുടെ റെക്സിൻ കട്ട് ചെയ്ത് വരും, തേച്ച് വരും, ഫിറ്റിംഗ് ആൾക്കാരെ ഫിറ്റ് ചെയ്യും. അങ്ങനെ ഒരു സിസ്റ്റം ആക്കണമെന്നുണ്ട് എനിക്ക്. കൂടുതൽ ഭാവിയിലേക്ക് അങ്ങനെ വരുത്തുന്നുണ്ട്. മറ്റുള്ള വ്യത്യസ്തമായിട്ട് പറഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ അവരെ വീട്ടിൽ ഓരോ വീടുകളിൽ അവരെ വീട്ടിലെ പഴയ സോഫകൾ ഉണ്ടാവും. അത് അവർക്ക് മാറ്റിയിട്ട് പുതിയ മോഡലാക്കണം എന്നൊരു ആഗ്രഹമുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ ഞങ്ങൾ പഴയ സോഫ ഒരു റേറ്റ് ഇട്ടിട്ട് ഞങ്ങൾ പുതിയ സോഫ കൊടുക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട സോഫ, അവർ പറയണ പോലത്തെ സോഫകൾ, അതായത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇഷ്ടംപോലെ വരാറുണ്ട്, ഓട്ടോ വരാറുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെടാറുണ്ട്. ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോയി വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് എടുത്തു കൊണ്ടിട്ട് വർക്ക് ചെയ്ത് കൊണ്ടുകൊടുക്കാറുണ്ട്. കൂടുതലും എടുത്തു പോയിട്ട് കൊണ്ടുവരാറ്. പിന്നെ റിസോർട്ട് വർക്കുകൾ മാത്രമാണ് ഞങ്ങൾ അവിടെ പോയി ചെയ്യാറ്. ഫാമിലി, വൈഫ്, 2 കുട്ടികൾ, അമ്മ. അതായത് നമ്മൾ ഗവൺമെന്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പോയി വർക്ക് ചെയ്യാറുണ്ട്. ഗവൺമെന്റിന്റെ വർക്കുകളൊക്കെ ചെയ്യാറുണ്ട്. വിജയത്തിന്റെ രഹസ്യം ഹാർഡ് വർക്ക് തന്നെ, വേറെ ഒന്നുമില്ല. വിജയത്തിന്റെ രഹസ്യം ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാവർക്കും വിജയിക്കാന്നുള്ള ഒരു കാര്യം തന്നെയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഹാർഡ് വർക്കാണ് വിജയം. തൃശ്ശൂർ കുറുക്കഞ്ചേരി എലൈറ്റ് ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് ഒരു 300 മീറ്റർ വരുമ്പോൾ ഒരു ഐവിയേഷൻ ഹോസ്പിറ്റൽ ഉണ്ട്. അത് കഴിഞ്ഞാൽ കണിമംഗലം സ്റ്റോപ്പ്. അതാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്.